ഹലോ ഗൈസ്, ഇൻഫിനിറ്റിയുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മൾ നോക്കിയപ്പം ഗിഫ്റ്റ് നിഫ്റ്റി ഏതാണ്ട് 1000 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ആണ് കാണിച്ചത്. പക്ഷേ ഇന്ന് നമുക്ക് രാവിലെ മാർക്കറ്റിൽ കിട്ടിയത് 362 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. സോ നമ്മുടെ ലൈനായ 22,850 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. സോ നമ്മൾ വെയിറ്റ് ചെയ്തു 23,850 എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ. 22,850 സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകുവാണെങ്കിൽ മുകളിലോട്ടൊരു ട്രേഡും, 22,850 സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ താഴോട്ടൊരു ട്രേഡും എടുക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ. നമ്മുടെ ഗ്രൂപ്പിൽ വളരെ കൃത്യമായി നമ്മൾ പറയുകയും ചെയ്തിരുന്നു. ഈ ആദ്യത്തെ 15 മിനിറ്റ് നമ്മളൊന്നും ചെയ്തില്ല. ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിലൂടെ കിട്ടിയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ എൻഡ് 22,900 നമ്മുടെ സ്റ്റോപ്പ് ലോസും. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ ടാർഗറ്റ് ഫസ്റ്റ് 22,721 സെക്കൻഡ് 22,633. നമ്മുടെ ലൈനിനെയൊക്കെ വളരെ കൃത്യമായിട്ടാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തത്. കണ്ട, റിജക്റ്റ് ഒക്കെ ചെയ്തത് നമ്മുടെ ലൈനിൽ തന്നെ മുട്ടിയിട്ട്, അതുപോലെ തന്നെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തതും സെയിം നമ്മുടെ ലൈൻ. ഈ ലൈൻ നമ്മൾ ഇന്നലെ വരച്ചതാണ്. ഇന്നലത്തെ ആ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ അടയാളപ്പെടുത്തിയതായിരുന്നു. സോ അത് നമുക്കിന്ന് പ്രയോജനപ്പെട്ടു. പിന്നെ നമ്മുടെ സെക്കൻഡ് ട്രേഡ് വന്നത് 22,633 നിന്നായിരുന്നു. 22,633 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 22,850 മാർക്കറ്റ് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. തിരിച്ച് ഇതേപോലൊരു റിവേഴ്സൽ. സോ നമ്മൾ ഈ ക്യാൻഡിൽ വന്നപ്പോൾ അവിടെ നിന്നും ഒരു ട്രേഡ് എടുത്തിരുന്നു. സ്റ്റോപ്പ് ലോസ് 22,633 താഴെയായിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട്. സോ ഇവിടെ വന്നപ്പോൾ ഈ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നത് പോലെ നമ്മളെ തോന്നിപ്പിച്ചു. അവിടെ നമ്മൾ ഈ ട്രേഡ് എക്സിറ്റായി. അതിനുശേഷമാണ് മാർക്കറ്റ് നല്ലൊരു ഡൗൺ ട്രെൻഡ് തന്നു, വലിയൊരു ക്യാൻഡിൽ. സോ അതൊരു ന്യൂസ് ബേസ്ഡ് ആയിരുന്നു. അതായത് അമേരിക്കയുമായി ചർച്ച നടത്താനും ഒരു കരാറിലെത്താനും മുജിതബ ഖമനേനി സമ്മതിച്ചു എന്ന ന്യൂസ് വരികയും സോ മാർക്കറ്റ് അവിടുന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോവുകയും ചെയ്തു. സോ നമുക്ക് ഇവിടുന്ന് താഴ്ന്നേ എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടുന്ന് നമ്മൾ ഈ ക്യാൻഡിലിൽ നമ്മളും ട്രേഡ് എടുത്തു. 23,000 ആയപ്പോഴത്തേന് പിന്നെ മുകളിലോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം അവിടെ നിന്ന് എക്സിറ്റായി. സോ അങ്ങനെ മാർക്കറ്റ് 23,050 വരെയൊക്കെ പോയിട്ട് പിന്നെയും മാർക്കറ്റ് താഴേക്ക് തന്നെ ഫാളായി. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലെ കുറച്ചു നേരം നിന്നെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും അവസാനം 22,900 എത്തുകയും പിന്നെയും ലാസ്റ്റ് നിമിഷം 22,950 എത്തുകയും. പക്ഷെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും 22,900 സോ ഇനി നിങ്ങൾ ഗിഫ്റ്റ് നിഫ്റ്റി നിരീക്ഷിക്കുക. കാരണം ഇങ്ങനെ ന്യൂസുകൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും യുദ്ധം അവസാനിപ്പിക്കാനും ചർച്ചയ്ക്കൊക്കെ റെഡിയാവുന്നെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ പിന്നെയും യുദ്ധങ്ങളെല്ലാം അല്ലെങ്കിൽ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. സോ ന്യൂസുകൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. ന്യൂസിനനുസരിച്ചായിരിക്കും എപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് പോകുന്നത്. ഇനി ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റി നമ്മൾ നോക്കുമ്പോൾ അറിയാം നാളെ ഒരു പോസിറ്റീവ് ട്രെൻഡാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ട്രെൻഡാണോ എന്ന്. നാളെ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ 23,000 ആണ് വാച്ച് ചെയ്യുന്നത്. 23,000 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. 23,000 സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് 23,250 പിന്നീട് 23,365 23,500 വരെയും പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ല മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ 500, 300, 1000 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൈൻസ് വാച്ച് ചെയ്യുക. അതായത് 23,110 അടുത്തായിട്ടാണ് വരുന്നെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. 23,250 അടുത്തായിട്ടാണ് വരുന്നെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇനി 23,500 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ് അല്ലെങ്കിൽ 23,000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 22,855 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ 22,855 സെക്കൻഡ് 22,721 തേർഡ് 22,633. ഇത്രയാണ് നമ്മുടെ ലെവലുകൾ. സോ നാളത്തെ ഒരു 9 മണി വരെയുള്ള ഒരു ഗിഫ്റ്റ് നിഫ്റ്റിയുടെയൊക്കെ മൂവ്മെൻ്റ് അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ടൊരിത് പറയാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പ്രീ മാർക്കറ്റിന് ശേഷം നമ്മുടെ ഒരു വ്യൂ
അതിനകത്ത് ഷെയർ ചെയ്യുന്നതാണ്. ഏകദേശം 9-10 നമ്മൾ നമ്മുടെ ഒരു വ്യൂ ഷെയർ ചെയ്യുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഈ വാട്സപ്പ് ഗ്രൂപ്പ് തികച്ചും സൗജന്യമാണ്. ഓക്കെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.